ദൈവകൃപയ്ക്കായി ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്ത് വിശുദ്ധന്മാരെ വന്ദനം ചെയ്ത് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നതിനാൽ ദൈവത്തിന് എല്ലാ ബഹുമാനവും ചെലുത്തിക്കൊണ്ട് നിങ്ങളെ G2R പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. രാജകീയ പുരോഹിതവർഗം, അതാണ് നമ്മളുടെ ഈ ശുശ്രൂഷയുടെ തലക്കെട്ട്. ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കള്ളപ്രവാചകന്മാരുടെ ഗുരുവായിരിക്കുന്ന പിശാചിൻ്റെ അവസ്ഥകളെക്കുറിച്ചാണ്. അവനെ സൃഷ്ടിച്ച നാളിൽ അവൻ നിഷ്കളങ്കനായിരുന്നു, നിരപവാദ്യനായിരുന്നു, നടപ്പിൽ ദോഷമില്ലാത്തവനായിരുന്നു. എന്നാൽ അവൻ നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അഹങ്കരിച്ചു, തന്നെത്താൻ ഉയർത്തി, വീണുപോയി. ഇത് ഇന്നത്തെ എല്ലാ കള്ളപ്രവാചകന്മാർക്കും ഒരു ബുദ്ധിയുപദേശം. ഇറങ്ങുമ്പോൾ, രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ, അഭിഷേകം പ്രാപിച്ചപ്പോൾ, സ്വയം ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ച് ശുശ്രൂഷകൾ ആരംഭിച്ചപ്പോൾ നിഷ്കളങ്കരായിരുന്ന പലരും തങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യാപാരം ചെയ്ത് സമ്പന്നന്മാരായി തീർന്നപ്പോൾ അഹങ്കരിച്ച് പാപത്തിന് അടിമകളായി തീർന്നു. തുടർന്നും നമുക്ക് ഇവനെക്കുറിച്ച് പഠിക്കാം. സൃഷ്ടിച്ച നാൾ മുതൽ അനുസരണക്കേടും നിഗളവും എന്ന നീതികേട് കാണുന്നതുവരെ ഇവൻ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നാം പഠിക്കുന്ന ആ വേദഭാഗം എസ്കേൽ പ്രവചനത്തിൽ നിന്നാണ്. ഇപ്പോൾ വായിച്ചത് 15-ാമത്തെ വാക്യം. എന്നാൽ അവൻ്റെ സ്ഥാനം, അവൻ്റെ മാനം, അവൻ്റെ പദവി ഇത്യാദിയുള്ള വ്യാപാര ബഹുത്വത്താൽ അവൻ്റെ മനസ്സ് സാഹസം കൊണ്ട് നിറഞ്ഞു. അതിന് സാഹസം എന്ന പദത്തിന് നൽകിയിരിക്കുന്ന വാക്ക് ജപ്പടി എന്നാണ്. ചെപ്പടി വിദ്യയല്ല, ജപ്പടി. വഴിയെ പോകുമ്പോൾ ഒരാട്ടിൻകുട്ടിയെ ഒരു കടുവയോ സിംഹമോ ആക്രമിച്ച് പിടിക്കുവാൻ, കൊല്ലുവാൻ, തിന്നുവാൻ പരിശ്രമിക്കുമ്പോൾ വഴിയെ പോയി നിങ്ങൾ ആ ആട്ടിൻകുട്ടിയെ രക്ഷിപ്പാനായി പ്രാണത്യാഗം ചെയ്തുകൊണ്ട് എടുത്തു ചാടി അവിടെ നടത്തുന്ന മൽപിടുത്തത്തെയാണ് ജപ്പടി എന്ന് പറയുന്നത്. പിശാചും ഇത് തന്നെയാണ് ചെയ്തത്. ദൈവം കൊടുത്ത സ്ഥാനം, മാനം, പദവി ഇത്യാദിയുള്ള വ്യാപാര ബഹുത്വത്താൽ തന്നെ താൻ ഉയർത്തിയതൊരു സാഹസമായി പോയി. വാക്യം 16. അവൻ്റെ സാഹസം പാപമായി പരിഗണിക്കപ്പെട്ടു. വാക്യം 16. അവൻ്റെ ഹൃദയം ഗർവിച്ചു. അവന് ദൈവം കൊടുത്ത സൗന്ദര്യമാണ് അവൻ്റെ ഗർവത്തിന് നിമിത്തമായി തീർന്നത്. വാക്യം 17. നമുക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ദാനമായ അനുഗ്രഹത്തെക്കുറിച്ച് ദൈവം മുൻപിൽ നിഗളിക്കരുത്. ദാനം ലഭിച്ചവൻ ദാതാവിൻ്റെ മുൻപിൽ പോയി ദാതാവിനേക്കാൾ വലിയവനാണ് എന്ന് ഒരു ഭാവം വരുന്നതാണ് നിഗളം. എല്ലാ വീഴ്ചയുടെയും ആരംഭം അതാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മെ തന്നെ താഴ്ത്തുക. പുത്രനെങ്കിലും പിതാവിനോട് സമനായിരുന്നിട്ട് പോലും മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചപ്പോൾ തന്നെ തന്നെ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദൈവം കൊടുത്ത ശുശ്രൂഷകൾക്ക് പുത്രൻ തമ്പുരാൻ ഏറ്റവും ഉത്തമ മാതൃകയായി തീർന്നു. എങ്കിൽ എന്തുകൊണ്ട് നമുക്കും ദൈവസന്നിധിയിൽ ദൈവം തന്ന ശുശ്രൂഷകൾ കൃപയാൽ ലഭിച്ചതാകുന്നു എന്ന് ഗ്രഹിച്ചുകൊണ്ട് താഴ്ത്തിക്കൂടാ? തന്നെ താൻ ഉയർത്തരുത്, ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. എന്നാൽ തന്നെ താൻ താഴ്ത്തുന്നവനോ ഉയർത്തപ്പെടും. അവൻ്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും വ്യാപാരത്തിൻ്റെ നീതികേടും കൊണ്ട് അവന് വസിക്കേണ്ടതിന് ദൈവം കൊടുത്ത വിശുദ്ധ വാസസ്ഥലത്തെ അശുദ്ധമാക്കി കളഞ്ഞു. വാക്യം 18. അതല്ലേ ഇന്നും ചില കള്ളപ്രവാചകന്മാരുടെ ഭവനം പോലും അശുദ്ധമാണ്. അവർ കയറി നിൽക്കുന്ന പ്ലാറ്റ്ഫോം പോലും അശുദ്ധമാണ്. അവരുടെ ഇടപാടുകൾ പോലും അശുദ്ധമാണ്. അവർ ഒരു സ്ഥലത്ത് പ്രവേശിച്ചാൽ വിശുദ്ധന്മാരായ ദൈവകുഞ്ഞുങ്ങൾ അവർ പ്രവേശിച്ചു എന്ന കാരണത്താൽ അവിടെ കയറരുത്. കാരണം അവരുടെ അഹങ്കാരം കൊണ്ടും അനീതി കൊണ്ടും
അത് അശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത് ശ്രദ്ധിക്കുക, ഇവൻ പ്രവാചകനായിരുന്ന ദാനിയേലിലും ജ്ഞാനിയായിരുന്നു എന്ന് സോറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 28:3. അവന് മറച്ചു വെക്കപ്പെട്ട ഒരു രഹസ്യവുമില്ല. ദൈവം എത്ര വിശ്വസ്തൻ! ദൈവം ഹൃദയത്തിൽ ഒന്ന് കരുതിക്കൊണ്ട് വായ് കൊണ്ട് അധരം കൊണ്ട് സംസാരിക്കുന്ന ദൈവമല്ല. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ എഴുതി ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത്. ദൈവം രഹസ്യമായിട്ടൊന്നും പറയുന്നവനല്ല, പരസ്യമായി സകലതും പറയും. കാരണം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉള്ളത് പൂർണ്ണ സത്യം മാത്രമാണ്. ദൈവം നൽകിയ ജ്ഞാനം, വിവേകം എന്നിവ കൊണ്ട് അവൻ ധനം സമ്പാദിച്ചു. പൊന്നും വെള്ളിയും കൊണ്ട് അവൻ ഭണ്ഡാരങ്ങൾ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. 28:4. അവൻ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്തിന്റെ വിശേഷത കൊണ്ടും ധനം സമ്പാദിച്ചിരിക്കുന്നു. ഒന്നുമില്ലാതെ ഇറങ്ങിയ പലരും ഇന്ന് യോഹന്നാനും പത്രോസും സുന്ദരം എന്ന ദേവാലയത്തിന്റെ ഗോപുരവാതുക്കൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവനോട് പറഞ്ഞ സത്യം ഇതാണ്: പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരുന്നു. എന്തായിരുന്നു? ദൈവം കൊടുത്ത കൃപയുടെ അടിസ്ഥാനത്തിലുള്ള രോഗസൗഖ്യത്തിന്റെ ശക്തി. അതുകൊണ്ട് എഴുന്നേറ്റ് നടക്കുക. അവൻ എഴുന്നേറ്റ് നടന്നു തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് പാവപ്പെട്ട ജനത്തെ തളർത്തി കിടത്തി കിട്ടുന്നത് മുഴുവൻ സ്വന്തമാക്കി കിട്ടുന്നതും കൊണ്ട് വരുന്ന വരവ് കണ്ടാൽ തുള്ളിച്ചാടിയല്ലേ വരുന്നത്. ഈ സമ്പാദന മാർഗം സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികൾ എത്രമാത്രം സമ്പാദിച്ചിരിക്കുന്നു അതിന്റെ ആധിക്യത്താൽ തുള്ളിച്ചാടുന്ന അവന്റെ കുടുംബങ്ങളും അവന്റെ ചേരിയിൽ നിൽക്കുന്ന ആളുകളും അത് എതിർദിശയിലായി പോയി എന്ന് മാത്രം. സെയിന്റ് പീറ്റേഴ്സ് ബാസിലിക്ക സന്ദർശിക്കുവാൻ ചെന്ന ഒരു പൂർവ്വകാല കഥയാണ് പറയുന്നത്, ചരിത്രമാണ് പറയുന്നത്. ബിഷപ്പിനോട് പറഞ്ഞു, ഇന്ന് അപ്പസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്ന ക്ഷാമവും ക്ഷീണവും നമുക്കില്ല, പൊന്നും വെള്ളിയും നമുക്കില്ലെന്ന് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് പൊന്നും വെള്ളിയും ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ചെന്ന ബിഷപ്പ് പറഞ്ഞു, പൊന്നും വെള്ളിയും നമുക്കുണ്ട്, അതില്ലാതിരുന്നപ്പോൾ അപ്പസ്തലന്മാർക്കുണ്ടായിരുന്നത് നമുക്കില്ല. എന്താണത്? ദൈവകൃപയുടെ വ്യാപാരം. ശരിയല്ലേ? ഈ കാരണങ്ങളാൽ അവന്റെ കച്ചവടത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് ധനം സമ്പാദിച്ച് മഹാസമ്പന്നനായിരിക്കുമെന്ന കാരണത്താൽ അവന്റെ ഹൃദയം ഗർവിച്ചു. 28-ാം അധ്യായം 5-ാമത്തെ വാക്യം. യെഹെസ്കേൽ പ്രവചനം ഒന്ന് പഠിച്ചു നോക്കണം. സോർ രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണിത്. ഇവക കാരണങ്ങളാൽ അവൻ സ്വർഗസിംഹാസനത്തിന് കീഴെയുള്ള ദൈവത്തിന്റെ ഉടമസ്ഥതയിലും സൃഷ്ടിയിലും പെട്ട ഏദേനിൽ നിന്ന്, ഏദേൻ എന്ന പദത്തിന്റെ അർത്ഥം തോട്ടം എന്നാണ്, ഇവനെ സൗന്ദര്യപൂർണമായ തോട്ടത്തിന് തുല്യമായ സ്ഥലത്തിൽ ദൈവം ആക്കി. ഏദനിൽ അല്ല, ദൈവസിംഹാസനമായ സ്വർഗസിംഹാസനത്തിൽ കയറി ദൈവാദി ദൈവത്തെ സിംഹാസന ഭ്രഷ്ടനാക്കി സമാഗമ പർവ്വതത്തിന്മേൽ അവന്റെ സിംഹാസനം സ്ഥാപിച്ച് അതിന്മേലിരുന്ന് ശേഷിക്കുന്ന സകലത്തിന്മേലും വാണരുളും എന്ന് ഹൃദയത്തിൽ പറയുകയും അവന് സഹായികളായി ദൈവം കൊടുത്തിരുന്ന സംഗീത ശുശ്രൂഷകൾ സഹായികളായ എണ്ണമറ്റ ദൂതന്മാരോട് തന്നോടുകൂടെ ഈ ഉദ്യമത്തിൽ സഹകരിച്ചാൽ, ഏത് ദൈവസിംഹാസനത്തിന് മുകളിൽ കയറി ഇരുന്നു കൊണ്ട് സകലത്തെയും ഭരിക്കുന്ന ഉദ്യമത്തിൽ എന്നെ നിങ്ങൾ സഹായിച്ച് ആ യത്നത്തിൽ നിങ്ങൾ സഹകരിച്ചാൽ അവരെ എല്ലാം ദൈവതുല്യരാക്കിയേക്കാം എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇതേ വഞ്ചനയുടെ വാഗ്ദത്തം തന്നെയാണ് പിശാച് ഇന്ന് പലരുടെയും മുൻപിൽ കടത്തി വിട്ടിരിക്കുന്നത് എന്ന് മറന്ന് പോകരുത്. അവരെ ദൈവതുല്യരാക്കാം എന്ന് വാക്ക് കൊടുത്തു പോലും ഇതേ വഞ്ചനാ വാഗ്ദത്തം തന്നെയാകുന്നു ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന. അതിനാൽ നാണം തോന്നാത്ത വിധം തേജസ്സിനാൽ ഏദൻ തോട്ടത്തിന്റെ അധികാരിയായി യഥേഷ്ടം വസിച്ചു വന്നിരുന്ന ആദം ഹൗവ ദമ്പതിമാരെ വഞ്ചിച്ച് ഉപായത്തിൽ ചതിച്ച് തേജസ്സും സ്ഥാനവും മാനവും അധികാരവും അവകാശവും നഷ്ടപ്പെടുത്തി നഗ്നനും മരണത്തിനും ശാപത്തിനും
വിധേയർ ആക്കിയതും. ഈ കള്ളപ്രവാചകന്മാരോടുകൂടെ നടക്കുന്ന വ്യക്തികളും ഒരു കാലത്ത് നിഷ്കളങ്കരും നിർദോഷരുമായിരുന്നു. അവരെയും ഉന്നതത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദത്തം കൊടുത്ത് വശീകരിച്ച് വഞ്ചിച്ച് കൂടെ കൊണ്ടു നടന്ന് ദൈവകൃപയിൽ നിന്നും ദൈവ തേജസ്സിൽ നിന്നും അനാഥരാക്കിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രവാചകന്മാരുടെ കള്ളപ്രവചനത്തെ ഇനിയെങ്കിലും ജനം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഏകചക്രാധിപതി എന്നവണ്ണം ഭൂഗോളത്തെ മുഴുവൻ അധികാരിയാക്കി തീർക്കേണ്ടതിനു വേണ്ടി സൃഷ്ടിച്ച ആദം ഹവ്വ ദമ്പതിമാരെ ഏതുമില്ലാത്തവരായി നഗ്നരാക്കി ശാപത്തിനും മരണത്തിനും വിധേയരാക്കി ഏദൻ തോട്ടത്തിൽ നിന്ന് നിഷ്കാസിതരാക്കി പുറത്താക്കി കളഞ്ഞു. വളരെ ശ്രദ്ധിക്കണം. അഹങ്കരിക്കാതെ നിന്നില്ല എങ്കിൽ, ദൈവസന്നിധിയിൽ അഹംഭാവം കാണിക്കാതെ ദൈവസന്നിധിയിൽ നിന്നില്ല എങ്കിൽ ഇതേ വിപത്തുകൾ തന്നെ അവർക്കും വന്നു ചേരും എന്ന് മനസ്സിലാക്കണം. അവസാനമായി അവന് വാസസ്ഥലം ആയിരുന്ന ഏദനിൽ നിന്ന് ദൈവം അവനെ ഇറക്കി വിട്ടു. സർവഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളെയും നിരൂപണങ്ങളെയും എല്ലാം ഗ്രഹിക്കുന്ന ദൈവം. ദിനവൃത്താന്തം 1-ാമത്തെ പുസ്തകം 28-ാമത്തെ 9-ാമത്തെ വാക്യം, എബ്രായർ 4:13, യിരെമ്യാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിച്ചു നോക്കണം. സകല ഹൃദയങ്ങളെയും മനുഷ്യന്റെ വിചാര വികാരങ്ങളെയും ദൂരത്തു നിന്ന് അറിയുന്ന ദൈവം പിശാചും അവനോടുകൂടെ അണിനിരന്ന ദുഷ്ടദൂതന്മാരുടെയും ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞു. അവരെ വിളിച്ചു. അരുണോദയപുത്രൻ എന്ന നാമം ഉള്ളവൻ അത് ശോധന ചെയ്തു. അവരെ വിധിച്ചു ശിക്ഷ കൊടുത്തു. അവന് കൊടുത്ത ശിക്ഷകൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ തോട്ടമായി ഏദനിൽ വസിപ്പാൻ യോഗ്യതയില്ലാത്ത അശുദ്ധൻ എന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു. യെഹെസ്കേൽ 28:16. ഭാവിയിൽ അവന്റെ നടുവിൽ നിന്ന് തീ പുറപ്പെടുവിച്ച് അവനെ ദഹിപ്പിച്ചു കളയും. ഇത് അവന് വരുവാൻ പോകുന്ന ശിക്ഷയുടെ പ്രവചനം. വെളിപ്പാട് 20-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അവന് ശീഘ്രനാശം വരുത്തിയിട്ട്, ലൂസിഫറിന് ശീഘ്രനാശം വരുത്തിയിട്ട് സദാകാലത്തേക്കും ഇല്ലാതെയാകും. അതും അവന് വരുവാൻ പോകുന്ന ശിക്ഷയുടെ പ്രവചനം. വെളിപ്പാട് 20-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ 10 വരെയുള്ള വാക്യങ്ങളിൽ അവന് വരുവാനുള്ള ശിക്ഷയുടെ പ്രവചനം. 28-ാം അധ്യായം യെഹെസ്കേൽ പ്രവചനം 19, വെളിപ്പാട് 20:10. നിറവേറൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് വെളിപ്പാട് 20-1 മുതൽ 3. അവിടെ ബന്ധനം. 7-10 വരെയുള്ള വാക്യങ്ങൾ അല്പകാലത്തേക്ക് അവനെ അഴിച്ചുവിടും. പിന്നീട് നിത്യശിക്ഷ നൽകി ഗന്ധകം കത്തുന്ന തീപ്പുകയിൽ തള്ളിയിടും. അവന്റെ വിസ്താരവും ഇടക്കാല ശിക്ഷയും ശിക്ഷയുടെ പ്രവചനങ്ങളും വളരെ വ്യക്തമായി തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. എന്ത്? യെശയ്യാവിന്റെ 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. ദൈവം പറയുകയാണ്, നീ നിഗളത്താൽ ശിക്ഷിക്കപ്പെട്ടപ്പോൾ വരുവാൻ പോകുന്ന കാലത്തിൽ യുഗത്തിൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. ഈ അന്ത്യശിക്ഷാവിധിയിൽ നടക്കുവാൻ പോകുന്ന ശിക്ഷിക്കപ്പെടുന്നതിന്റെ ക്രമം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ഏറ്റവും താഴെ മൃഗവും അതിന് മുകളിൽ കള്ളപ്രവാചകനും അതിന്റെ മുകളിൽ മാനവരാശിയെ പാപത്തിലേക്ക് നടത്തിയ വശീകരിച്ച സർപ്പത്തിന്റെ ശിക്ഷയും, ഏറ്റവും താഴെ മൃഗം, അതിന്റെ മുകളിൽ കള്ളപ്രവാചകൻ, അതിന്റെ മുകളിൽ മഹാസർപ്പം, അതിന്റെ മുകളിൽ ഇവർ മൂവരാൽ വഞ്ചിക്കപ്പെടുന്ന മാനവരാശി. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും പാതാളത്തിലേക്ക് തള്ളിക്കളയും. അത് 2ാമത്തെ മരണം. യെശയ്യാ പ്രവചനം 14:9-10 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവനെ സ്വീകരിപ്പാൻ പാതാളം ഒരുങ്ങിയിരിക്കുന്നു. അവിടെ സംഭവിക്കുന്നത് എന്തെല്ലാമാണ് എന്ന് യെശയ്യാവിന്റെ വചനം 14-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവനെ ശിക്ഷിക്കുവാനുള്ള കുറ്റപത്രം നോക്കുക. ഇവന്റെ കുറ്റപത്രം എന്താണ്? എല്ലാം തിരുവചനത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ.
അവന്റെ കുറ്റപത്രം: 1, ഞാൻ സ്വർഗത്തിൽ കയറും, അത്യാഗ്രഹം, കുറ്റപത്രത്തിന്റെ 1-ാം ഭാഗം. 2, അവന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉന്നത ഭാവം. 3, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഇരുന്നരുളും, രാജാധികാരം നടത്തുക എന്നുള്ള ആഗ്രഹം. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, എനിക്ക് മുകളിൽ വേറെ ആരും കാണുകയില്ല എന്നുള്ളതായ ദുഷ്ചിന്ത. അടുത്തത്, ഞാൻ അത്യുന്നതനോട് സമനാകും പോലും. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവായ ദൈവത്തിനോട് സമനാകുമ്പോൾ ഞാനും സൃഷ്ടി നടത്തും എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞത്. സൃഷ്ടിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായികയിൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുക എന്നാണ് അർത്ഥം. ഇതിനുള്ള ശിക്ഷാവിധിക്ക് നിയമങ്ങൾ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 12-ാമത്തെ വാക്യവും ലൂക്കോസിന്റെ സുവിശേഷം 14-ന്റെ 11, 18-ന്റെ 14 തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. ശ്രദ്ധിക്കുക, സ്വയം ഉയർത്തപ്പെട്ട് താഴുകയാണ്, ദൈവത്താൽ താഴ്ത്തപ്പെടുകയാണോ വേണ്ടത്? അതോ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ദൈവത്താൽ ഉയർത്തപ്പെടുകയാണോ വേണ്ടത്? കള്ളപ്രവാചകന്മാർ ശ്രദ്ധിക്കുക, ദൈവത്താൽ അല്ലാതെയുള്ള പ്രവചനങ്ങൾ, ദൈവാത്മാവിനാലുള്ളതല്ലാത്ത ശുശ്രൂഷകൾ എല്ലാം ഈ കള്ളനായ പിശാചിനാലുള്ളതാണ്. ആകയാൽ വളരെ ജാഗ്രതയോടുകൂടെ മാത്രമേ ഈ ആത്മീയ ശുശ്രൂഷയിൽ നിലനിൽക്കാവൂ. പൊന്നും വെള്ളിയും സമ്പാദിപ്പാൻ ഇതാകുന്നുവോ സമയം? പ്രവാചകൻ തന്റെ ദാസനോട് ചോദിച്ച ചോദ്യം നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ കണ്ടതാണ്, കേട്ടതാണ്. രാജാക്കന്മാരുടെ പുസ്തകം 2-ാമത്തെ പുസ്തകത്തിൽ, അതുകൊണ്ട് നീ വഞ്ചനയാൽ വാങ്ങിയ പൊന്നും വെള്ളിയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ അതിൽ വസിച്ചുകൊള്ളുക, ഇനി ഇവിടെ കയറരുത്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ വീണ്ടും പറയട്ടെ, അഗ്നിയാൽ എന്നേക്കുമായി നശിച്ചു പോകുന്ന ഭൂമിയിൽ നിങ്ങളുടെ സ്വത്ത് സമ്പാദിക്കുവാൻ ഏഴകളായ പാവപ്പെട്ട ദൈവമക്കളെ വഞ്ചിച്ച് പണം സമ്പാദിക്കുവാനല്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന സ്വയസംതൃപ്തിയുടെ ആത്മാവിനാൽ നിറഞ്ഞ് ആത്മാക്കളെ നേടി കർത്താവിന്റെ രാജ്യത്തിൽ പങ്കുള്ളവരായി നിത്യതയിൽ സന്തോഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഈ ശുശ്രൂഷകളിൽ നമ്മൾ അനുഗ്രഹീതരായി തീരേണ്ടതിന് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സത്യപ്രവാചകന്മാരായി സത്യത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, തിരുവചനത്തിൽ കാണുന്ന ബുദ്ധിയുപദേശം ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കള്ളത്തരത്തിനും വഞ്ചനയ്ക്കും ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവിക ശുശ്രൂഷകൾ നിവർത്തിച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അധികാരിയാക്കും എന്ന അനുഗ്രഹീത ആശീർവാദ വചനം കേട്ട് നിത്യതയിൽ അങ്ങയോടുകൂടെ നിലനിൽപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് ആവശ്യമായ കൃപ തന്ന് ഞങ്ങളെ നടത്തുമാറാകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.